അങ്ങനെ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ, നമ്മളിന്ന് എവിടാ? കാസിൽ ഓഫ് മേ. ഇത് കണ്ടോ, ഇന്നത്തെ പരിപാടി ഇവിടാണ് കുറച്ച് സമയത്തേക്ക്. ഇന്ന് തന്നെ NC500-ൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ മിക്കവാറും ഞങ്ങൾ തിരിച്ചെത്തും. മീൻസ് NC500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ കൂടെ കറങ്ങി ഒരു സർക്കിൾ പോലെ തിരിച്ച് ആ പോയിന്റിൽ തന്നെ എത്തുന്നത്. അപ്പം ഇന്നെന്തായാലും ഞങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എന്തായാലും തിരിച്ചെത്തും. എന്നിട്ട് അത് കഴിഞ്ഞ് വേറൊരു സ്പോട്ട്, അത് കഴിഞ്ഞ് ബാക്ക് ടു ഹോം, ടെമ്പററി ആയിട്ടുള്ള UK ഹോം, പിന്നെ ജോലി കാര്യങ്ങളിലേക്ക് വീണ്ടും ബാക്കി. എന്തായാലും അടുത്ത സീനിൽ കാണാം. ഏതോ ഒരു ടൈറ്റിൽ ഇത്രയും കറക്കം കറങ്ങിയത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിനെക്കാട്ടിലും സ്കോട്ട്ലൻഡാണ് അടിപൊളി. അവനൊരു കറക്റ്റ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാന്ന് തോന്നുന്നു. ഓ, ഇതെന്തുവാടാ? എന്തുവാടാ ഇത്? വിഷയം സ്ഥലം സെറ്റ് കണ്ടല്ലോ. ആ സ്ഥലം കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ വീണ്ടും കുറേ കാര്യങ്ങളുണ്ട്. കാണിച്ചു തരാം, പോട്ടെ അങ്ങോട്ട്. പിന്നെന്തുവാ ഇവിടുത്തെ കാര്യം. എനിക്ക് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു UK കേസ് എങ്ങനെ എന്തുവാ എന്നൊക്കെ ഉള്ളത്. വന്നാൽ നല്ലതാണോ അല്ലയോ? നല്ലതാണോന്ന് ചോദിച്ചാൽ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ സ്ഥലം കാണാം, കുറേ പൈസ ഉണ്ടാക്കാം. പിന്നെ വിസ, ഒരു സ്പോൺസർഷിപ്പ് ജോലി സെറ്റ് ചെയ്യണം ഓബിയസ്ലി. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ നിൽപ്പൊന്നും നടക്കത്തില്ല. മനസ്സിലായോ? അങ്ങനെ അതെല്ലാം പോട്ടെ, കുറച്ച് സീൻ കാണാം. പറഞ്ഞ ഞാനിഞ്ഞി പോരുന്നു. ലാവന്ത അവിടെ നിൽക്കുക, എന്തി കാണാമോ നിങ്ങൾക്ക്? നിൽക്കുന്നവനത് അങ്ങനെ. അപ്പം യൂട്യൂബ് ചാനൽ ഡേ ടു ഡേ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ടിങ് ടിങ് ബട്ടണും കൂടെ അമക്കിക്കോ. ഒരു മതിലിയടി. എൻ്റെ മോനെ ഇത് നോക്കിയ അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, തിരിച്ചു പോകുന്നു. വേറൊരു സ്പോട്ടിൽ വെച്ച് കാണാം. വീണ്ടും ഒരു സ്റ്റോപ്പിലെത്തി. ഞാൻ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടൊരു കാര്യമാണ് ഇത്. നോക്കിയേ, സംഭവം സിമെൻ്റ് ഒന്നുമല്ല, പാറ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടോ? ചുമ്മാ പാറ അടുക്കി വെച്ചേക്കുക, ജസ്റ്റ് പറക്കി അടുക്കി വെച്ചേക്കുക. ഇതൊക്കെ ഉണ്ടോ? ചിലപ്പോൾ അനങ്ങും. ഇല്ല, സോളിഡാ. അനങ്ങുന്നുണ്ട് ചെറുതായിട്ട്, പക്ഷേ
അത്രയും വെയിറ്റ് കയറിയിരിക്കുന്നൊന്നും അനങ്ങുന്നില്ല. ഈ സീനറി അങ്ങ് ദൂരെയൊക്കെ എത്രത്തോളം കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാര്യം എനിക്ക് സൂം ചെയ്യാൻ പറ്റത്തില്ല. ഉണ്ട്, ഒരു കപ്പൽ അവിടെ പോസ്റ്റ് അടിച്ച് കിടപ്പുണ്ട്, നിർത്തി ഇട്ടിരിക്കുക. ഇങ്ങനെയുള്ള സ്പോട്ടൊക്കെ കാണുമ്പോൾ ചുമ്മാ നിർത്തുന്നതാണ്. അവിടെ വീഡിയോഗ്രാഫി തുടങ്ങിയിട്ടുണ്ട് കാറിൻ്റെ. പോട്ടെ, ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. എണ്ണ നമ്മൾ തന്നെ അവിടെ അടിക്കണ്ടേ, നാട്ടിലെ കണക്കല്ല. അങ്ങനെ അടുത്ത പോയിന്റിലെത്തിയിരിക്കുകയാണ്. പുറത്തിറങ്ങണം, നോക്കട്ടെ, പോയി നോക്കാം. നിൽക്കുന്നതിൻ്റെ വഴിക്കാണ് കണ്ടത്. ലവന്ത് അതുവഴി അങ്ങോട്ട് പോയി, ഞാൻ ഇങ്ങോട്ടും. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. സംഭവം നൈസാണ്, കാണിച്ചു തരാം. കണ്ടാ, ഈ കണ്ണ് കാണാൻ വയ്യ, ഭയങ്കര സൺലൈറ്റ്. ഓക്കെ, നോക്കിക്കോ. താഴോട്ട് പോകാനായിട്ട് സ്റ്റെയർ ഉണ്ട് ആക്ച്വലി, അതുവഴി ഉണ്ടാ. നോട്ടെ അവിടെ പോകാൻ പറ്റുമോ നോക്കാം. അവിടെ എന്തോ ഫെൻസ് ഇട്ട് ബ്ലോക്ക് ചെയ്തേക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഞാനിനി ഇപ്പുറം ചാടി. ഓക്കെ, നമ്മളവിടെ പറഞ്ഞ് നമുക്ക് അവിടെ പോവാം. ഓക്കെ, അടിപൊളി സ്ഥലം. സംഭവം വെയിലാണെങ്കിലും നല്ല തണുപ്പുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പോയിന്റ് നമ്മൾ എത്താറായി. അവൻ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ നോക്കിയേ, സൈഡൊക്കെ കണ്ടോ? കാണാവോ? കാണാമെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേരാ. എൻ്റെ മോനെ വിഷയം വ്യൂ. അവർ പറഞ്ഞ കറക്റ്റാ. എങ്ങനുണ്ട്? അവനെ കാണാവോ? അവൻ നമ്മുടെ നിൽപ്പുണ്ട്. നമ്മുടെ കൈ പൊക്കി കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റ് എത്തിയിരിക്കുന്നു. വേണ്ട, ഇതാണ് ആ സ്റ്റിക്ക് നമ്മൾ കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. അങ്ങനെ അടുത്തൊരു സ്ഥലത്തിൻ്റെ എൻ പോയിന്റ് നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. നോക്കിയേ, അവിടെയുള്ള പാറയൊക്കെ കണ്ടോ? നോക്കിയേ, അതിൻ്റെ ഇത് തന്നെ ഉണ്ടോ? ഇത്രയും വർഷത്തെ അക്യൂമുലേഷൻ അതിനകത്ത് മൊത്തം. മീൻസ് ലെയർ ബൈ ലെയർ ആയിട്ട്. പഴയ ഹാർബറായിരുന്നു ഇത്. സ്റ്റെയർ ഇറങ്ങി വരുന്നതിൻ്റെ കാരണം അതാ. നോക്കിക്കോ, ഓട്ടാ സ്ഥലം കണ്ടോ? അങ്ങനെ അടുത്ത എൻ പോയിന്റും കഴിഞ്ഞു. ഞാൻ ഇനി ഇരിക്കുക. ഞാനിവിടെ ഇരുന്നാൽ മതി. ശ്രീഹരിമോൻ എന്നെ തപ്പി വരും. കാണാമോ നിങ്ങൾക്ക്? ഇന്നലെ ഞങ്ങൾ ഏതാണ്ട് ഈ ഒരു പോയിന്റിലായിരുന്നു. ഇവിടെ അവിടെ അവിടുന്ന് ഞങ്ങൾ ഓടി ഇവഴിയെല്ലാം കറങ്ങി ഇപ്പോൾ ഇവിടെ എത്തി.
ഇനി ഇവിടെ നിന്നെല്ലാം ഈ സൈഡിലൂടെ എല്ലാം ഓടി സ്റ്റേ എവിടെയാണ് ഇൻവെർണസ്. അത് വേണ്ട കിടക്കുക. രാത്രി ആവുന്നതിന് മുന്നേ ഈ പോയിന്റിൽ നിന്ന് കാണാം. ഇവിടുന്ന് ഈ ഇൻവെർണസ് അവിടെ എത്തണം. എൻ്റെ മോനെ വിഷയം അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇവിടെ എത്തി കാണിച്ചു തരാം എന്താണ് വ്യൂ എന്നുള്ളതാണ്. സംഭവം നോക്കിയാ നോക്കിയ സിനിമയ്ക്കകത്തൊക്കെ ഉള്ള പോലത്തെ സാധനം. ക്ലോസ്ഡ് ആണ്. പോകണ്ട. അപ്പോൾ ക്യാസിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ പോകുന്നു. ഞങ്ങളിവിടെ ഒരിടത്ത് നിർത്തിയതാ ഒരു ബ്രേക്കിന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുക. ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് പിന്നെ കാണാം. തുടക്കമാണ്. സംഭവങ്ങളൊക്കെ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഇതുമൊക്കെ ഇട്ട് ടിങ് ടിങ് അടിച്ചോ. ബൈ.